ഞങ്ങളിന്ന് വന്നിട്ടുള്ള മാന്നാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയം ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളിവിടെ വന്നിട്ടുള്ളത്. എന്താണെന്നല്ല, നമ്മളൊരു വ്യക്തിയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആളുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. നമ്മളപ്പോൾ ആളുടെ വീട്ടിലേക്കാണ് പോണത്. നമുക്ക് അവിടെ പോയിട്ട് ആളവിടെ ഉണ്ടോയെന്നൊന്ന് നോക്കാം. അപ്പോൾ ആളിവിടെ ഉണ്ടോ നോക്കാം നമുക്ക്. അപ്പോട്ടാ നമസ്കാരമുണ്ട്. ഞാൻ പറഞ്ഞ വ്യക്തി ഇതാണ്. ആൾക്ക് നല്ല വയസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ആദ്യം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? ആള് ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ട് ആൾക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ അപ്പോട്ടാന്നാണ് വിളിക്കുക. ആളുടെ ഒറിജിനൽ പേര് വന്നിട്ട് പ്രഭാകരൻ എന്നല്ല അപ്പോട്ടാ. പ്രഭാകരൻ എഴുത്തച്ഛനാണ് ആള്. അപ്പോൾ ആളുടെ വിശേഷങ്ങൾ ആളോട് തന്നെ ചോദിച്ചാൽ അറിയാം. എലക്ഷൻ എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആള് ഇവിടുത്തെ കേരളത്തിലത്തെ ആദ്യ ഇലക്ഷനിൽ രാജ്യസഭയാണോ നിയമസഭയാണോ പോട്ടാ? നിയമസഭ ഇലക്ഷൻ, ഫസ്റ്റ് ഇലക്ഷൻ അല്ലേ? ഫസ്റ്റ് ഇലക്ഷനിൽ അപ്പേട്ടൻ്റെ കഞ്ഞോട്ടും കൂടിയായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത്. നമുക്ക് അപ്പേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് കേട്ടോ. പോട്ടെ, അപ്പേട്ടന് ഇപ്പോൾ എത്ര വയസ്സായി? 89 വയസ്സായി. അപ്പോൾ ഏകദേശം എത്ര വയസ്സിൽ നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും? 23 ആയിരുന്നു എൻ്റെ. 23-ലായിരിക്കും അല്ലേ? 23. അന്ന് നമുക്ക് 18 വയസ്സിൽ തന്നെയാണ്. 23 വയസ്സ്. ഓക്കെ. അന്ന് നമുക്ക് 36 ഞാൻ ജനിച്ചിരിക്കണേ. ഓക്കെ, 1936, 1936. പക്ഷേ മലയാള കൊല്ലം 1112 ധനുമാസം 4-ാം തീയതിയാണ്. അത് ശരി, മലയാളം കൊല്ലം. അന്നൊക്കെ മലയാള മാസം വർഷമൊക്കെയാണല്ലോ എടുക്കുക. അതെ, അങ്ങനെയാണ് അന്ന്. ശരി. അപ്പൊ ഇംഗ്ലീഷിന്റെ ഓർമ്മ ഞാൻ വെച്ചില്ല. പിന്നീടാണ് തപ്പിയെടുത്തത്. 36-ലായിരിക്കും എന്നുള്ള എൻ്റെ ഒരു ഓർമ്മ. അന്നത്തെ മലയാളം വർഷം വെച്ചിട്ട് നമ്മള് കണക്ക് കൂട്ടിയതാണ്. കണക്കൂട്ടി വെച്ചപ്പോ 36-ലാണെന്ന് മനസ്സിലായി. ഓക്കെ. അന്ന് ഏത് പാർട്ടിക്കാരെ ജയിച്ചെന്ന് ഓർമ്മയുണ്ടോ? അന്ന് നമ്മുടെ EMS ആണ് ജയിക്കുന്നത്. CPM ആണ് ഫസ്റ്റ് ജയിച്ചത്. EMS ആണ് ജയിച്ചത്. മുഖ്യമന്ത്രിയായതും ഒക്കെ ആളന്നെയാണ്. അതെ. അന്ന് നമുക്ക് ഈ ഇലക്ഷന് നമുക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയായിരുന്നു ഓർമ്മയുണ്ട്? 21 വയസ്സിലാണ് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 18 അല്ലേ? അത് പിന്നീട് അത് വോട്ടേഴ്സിനും കൂടെ കൂടുതൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ചതായിരിക്കും ചിലപ്പോ. അതെ. കൂടുതൽ വോട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഒരു അനുഭവം, വോട്ട് ചെയ്ത ഒരു അനുഭവം? ഒരു എത്ര സമയമായി എന്നുള്ളത് ഇപ്പൊ ഓർമ്മയില്ല. ഇവര് വന്നിട്ട് വേണല്ലോ, നാട്ടിൽ വന്നിട്ട് വോട്ട് ചെയ്യാൻ. അവരൊക്കെ വന്ന്. എവിടെയായിരുന്നു നമ്മൾ വോട്ട് ചെയ്ത് ഫസ്റ്റ്? ഓഫീസില്, മാന്നാമംഗലത്ത് ഇറിഗേഷന്റെ ഓഫീസിലായിരിക്കും. അന്നത്തെ സർക്കാർ സ്ഥാപനം അതായിരുന്നു. ഇറിഗേഷൻ ഓഫീസായിരുന്നു. ആ താഴത്തെ കെട്ടിടം. അതെ. അന്ന് എങ്ങനെയാ, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അന്ന് അത്ര അധികം ആൾക്കാരൊന്നും ഇല്ല. 21 വയസ്സാവണല്ലോ. അതെ. അന്ന് ആകെ വിരലെണ്ണാൻ പാകത്തിന് ആൾക്കാരുണ്ടായിരുന്നുള്ള. അല്ല, നമ്മുടെ ഇലക്ഷൻ ബൂത്തിൽ ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇന്നത്തെ പോലെ തന്നെ ആൾക്കാർ കുറെ ഉണ്ടായിരുന്നു. 2-3 ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. പാർട്ടി രണ്ട് പാർട്ടിയിലത്തെ, അന്ന് 2 പാർട്ടിയല്ലേ ഉള്ളൂ. ആ 2 പാർട്ടിയിലത്തെ ആരെങ്കിലും ഓരോരുത്തർ കയറ്റിയിരുത്തും ആൾക്കാരെ അറിയാനും ഇതൊക്കെ ആയിട്ട്. അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രമേ ഉള്ളൂ, വേറെ പാർട്ടിക്കാരൊന്നും ഇല്ല. BJP ഒന്നും ഇല്ല അന്ന്. BJP ഒക്കെ പിന്നീട് വന്നാണ്. ഫസ്റ്റത്തെ വോട്ടിന് ഇവരാരും ഇല്ല. മത്സരം എന്ന് പറഞ്ഞ ഈ 2 പാർട്ടിക്കാരാണ്. 2 പാർട്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ. എന്തായിരുന്നു അപ്പോൾ എൻ്റെ ആ ഒരു ആദ്യത്തെ അനുഭവം എന്തായിരുന്നു ഇലക്ഷന്? അനുഭവം എന്താ വെച്ചാൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആദ്യത്തെ ഇലക്ഷൻ, ഏത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആദ്യത്തെ ഇലക്ഷൻ. 2, നമ്മുടെ സ്വന്തം കഞ്ഞോട്ട്. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യണത്. അപ്പോൾ ഇത് 2ഉം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ അപ്പോഴത്തെ ഒരു അനുഭവം എന്തായിരുന്നു? അല്ല, നമ്മൾ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ പേടിയാ, ടെൻഷനാ, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്ന? നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ സിമ്പിളായിട്ട് പോയി കുത്തിയിട്ട് പോന്നു. ധൈര്യമായിട്ട് പോയി. അന്ന് പോലീസുകാരുണ്ട്, അന്നും പോലീസ് കൂടെയാണ് ഇലക്ഷനൊക്കെ നടക്കണതല്ലേ? അന്ന് പോലീസുണ്ട്. അവിടെ 2 പോലീസുകാർ വന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് ആകെ കുഴലക്കൊന്നുമില്ല. പോയി ഒരു ടെൻഷനും ഇല്ല. ടെൻഷനും ഇല്ല. വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് കഞ്ഞി കൊടുക്കാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കഞ്ഞി
അന്ന് ഈ വരുന്നവർക്ക് കഞ്ഞി കൊടുക്കുക. ആ എനിക്ക് തോന്നുന്നു കഞ്ഞി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ വോട്ട് ചെയ്യാൻ വരില്ല. അപ്പം അത് കാരണം കൊണ്ടാണ് അന്ന് ഭക്ഷണമായിരുന്നല്ലോ മെയിൻ പ്രധാനം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവർ വരുന്നത്. അതെ അതെ, ആ കഞ്ഞി വോട്ട് ചെയ്യാൻ വന്ന കഞ്ഞി കിട്ടും. കഞ്ഞി കിട്ടും. അതൊരു പുതിയൊരു അനുഭവമാണ്. കഞ്ഞി കുടിച്ചിട്ട് പോകാന്നുള്ള നല്ല ധൈര്യത്തോട്. അന്ന് കാലത്തെ പ്രചരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വണ്ടിയിൽ ഇങ്ങനെ മൈക്കൊക്കെ വെച്ച് പോവാറുണ്ട്, ഓർമ്മയുണ്ട്? അത് മൈക്കല്ല, ഇന്നത്തെ മാതിരിയുള്ള മൈക്കല്ല, വിളിച്ച് പറയണത് ഫോണെന്ന് പറഞ്ഞിട്ട് ഒരു കൊളാമ്പി മാതിരി. അതിൻ്റെ തുമ്പത്ത് ഇത്ര വട്ടത്തിലുള്ള നമ്മൾ വേറെ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, വെറുതെ ഉറക്കെ വിളിച്ച് പറയാം. അന്നില്ലല്ലോ. അതെ അതെ അതെ. അന്ന് അപ്പോൾ ഏത് വണ്ടിയിലായിരുന്നു ഇത് പ്രചരണം പൊക്കോണ്ടിരുന്നത്? വണ്ടിയിലാണോ നടന്നിട്ടാണോ? നടന്നിട്ട്. അല്ല, അന്ന് ഇലക്ഷൻ എത്ര കാലമാണെന്ന് ഓർമ്മയുണ്ടോ? ഇലക്ഷൻ്റെ വാലിഡിറ്റി എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇലക്ഷൻ പിന്നെ രണ്ടാമത് നടത്തുക ഓർമ്മയുണ്ടോ? അന്ന് 5 കൊല്ലല്ലേ? 5 കൊല്ലം ഇല്ലാന്നുണ്ട്. 5 കൊല്ലം ഇല്ലാന്നുണ്ട്, 2 കൊല്ലം മറ്റോ ആണ്. അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഓർമ്മ. കേട്ട് കേൾവി 2 കൊല്ലാണെന്ന് തോന്നുന്നു. പിന്നീടാന്നുകൊണ്ട് 5 കൊല്ലത്തേക്ക് മാറിയത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അന്നേ നമുക്ക് ഇത് ഇലക്ഷൻ കാർഡ് തരായിരുന്നു, തിരിച്ചറിയൽ കാർഡ്. അതൊക്കെ എങ്ങനെയായിരുന്നു സംവിധാനം? അന്ന് തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ ആ ശില്പ് കൈ പിടിച്ച് അതുകൊണ്ട് അവിടെ ആദ്യം കിടത്തുന്ന ആളുടെ കൊടുത്തിട്ട് ഓഫീസറുടെ കയ്യിൽ കൊടുക്കാണ്. ഓഫീസറുടെ കയ്യിൽ കൊടുത്തിട്ട് അപ്പോൾ ആൾ വിളിച്ച് പറയും ഇത്ര നമ്പർ ഇന്ന ആള് എന്ന് പേരും വിളിച്ച് അയാൾ പറയും. അത് ശരി. അപ്പോൾ അത് ടെക്ക് ചെയ്തു നമ്മുടെ ഏജൻസി. ഓക്കെ ഓക്കെ. അത് ടെക്ക് ചെയ്തു. അപ്പോൾ ഇന്നാൾ വോട്ട് ചെയ്തു എന്നുള്ള വന്നു, വോട്ട് ചെയ്തു റെക്കോർഡായി. അല്ലാണ്ട് ഇന്നത്തെ പോലെ നമുക്ക് ഫോട്ടോ പതിപ്പിച്ച കാർഡ് ഒന്നുമില്ല. ഫോട്ടോ ഈ ഒരു സ്ലിപ്പ് മാത്രമാണ് നമ്മുടെ കയ്യിൽ തരുന്നത്. അത് ഇത്ര പോകാൻ ഒരു സ്ലിപ്പ് ഉണ്ടാവും, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഫോട്ടോ പതിപ്പിച്ച. അപ്പോൾ ഇത് നമുക്ക് പുതിയൊരു അനുഭവമാണ്. നമ്മുടെ കാലമായി ഇപ്പോൾ ഇലക്ഷൻ കാർഡും കാര്യങ്ങളൊക്കെ വന്നു. അന്ന് അപ്പോട്ടൻ കന്നി ചെയ്ത സമയത്ത് കേരളത്തിലെ ഫസ്റ്റ് ഇലക്ഷൻ നടന്ന ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു കഷ്ണം പേപ്പർ അല്ലേ, പേപ്പറാണ് തന്നു വിട്ടോടുന്നത്. കമ്മീഷനുകാർ കൊടുക്കുക ചുവന്ന പേപ്പറിലായിരിക്കും. കോൺഗ്രസ് നീല പേപ്പറിലാണ് കൊടുക്കാറ്. തിരിച്ചറിയാനാണ്. അന്നും കളറ് മാറ്റി കൊടുത്തായിരുന്നു അല്ലേ? അപ്പോൾ എന്നാലും നമ്മളുടെ ഈ കടലാസ് മേടിച്ചിട്ട് നമ്മൾ അധികം അവിടെ ചെന്ന് ഓഫീസിൽ ചെന്നിട്ട് കിടന്ന് തിരിയാതിരിക്കാൻ നമ്മുടെ പേരൊക്കെ ബുക്കിലുണ്ടാവും. അത് തിരിഞ്ഞ് കിട്ടാൻ താമസം ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ കടലാസ് ആ നമ്പറും ഇത്ര നമ്പർ ആള് തരുന്നത്. അത് കൊണ്ടുകൊടുത്ത് അപ്പോൾ തന്നെ അയാൾ ഇത്ര നമ്പർ ആള് വോട്ട് ചെയ്യാൻ എത്തിന്നുള്ള തെളിവാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് വോട്ട് കന്നി വോട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്ന ഇന്ന ആളാണ് വന്നതെന്ന് പ്രിസൈഡിങ് ഓഫീസർക്ക് മനസ്സിലാവാണ്. അങ്ങനെ ആളെ കൊണ്ട് വോട്ട് ചെയ്ത് വിടാണ്. അന്ന് കള്ളവോട്ട്, ഫസ്റ്റ് വോട്ടിൽ കള്ളവോട്ടൊക്കെ ഉണ്ടായിരുന്നു, അന്നുണ്ട്. പാരമ്പര്യം ഇപ്പോഴും മാറിയിട്ടില്ല, അന്ന് തൊട്ട് തുടങ്ങിയതാണ്. അപ്പൊ എന്തായാലും അപ്പോഴത്തെ അനുഭവങ്ങൾ പുതിയ തലമുറകൾക്ക് ഒരു പുതിയ കാര്യം തന്നെയായിരിക്കും. പലരും കേട്ടിട്ടില്ല, വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമുക്ക് കഞ്ഞി തരും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണ്. ഇങ്ങനൊരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അന്നത്തെ കാലത്തെ ഇലക്ഷനും ഇന്നത്തെ കാലത്തെ ഇലക്ഷനും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആളുടെ പ്രായാധികം കൊണ്ട് ആയിരിക്കാം കുറേ കാര്യങ്ങൾ ആൾക്ക് ഓർമ്മയില്ല, എങ്കിലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് പങ്കുവെച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി.